ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അർഷിതാസ് വ്ലോഗ്സ്. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റാർ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അപ്പം ക്രിസ്മസിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സ്റ്റാർ എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശു ജനിച്ച സമയത്ത് ആട്ടിടയന്മാർക്കൊക്കെ വഴികാട്ടിയത് ഈ സ്റ്റാർ ആണല്ലേ. അപ്പോൾ നമുക്കത് ചെറിയൊരു സ്റ്റാർ മേക്കിംഗ് വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ കളർ പേപ്പേഴ്സ് ആണ് വേണ്ടത്. സ്ക്വയർ ഷേപ്പിലുള്ളതാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ രണ്ടാക്കി മടക്കുന്നു. നടുക്കായിട്ട് നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആ പശ തേച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ മടക്കുക. ശേഷം കണ്ടോ, ഇങ്ങനെ മടക്കി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് അത്യാവശ്യം പേപ്പേഴ്സ് വേണം. ഇതുപോലെ മടക്കിയത് ഏകദേശം ഒരു 8-9 പേപ്പേഴ്സ്, കൂടിപ്പോയൊരു 10 പേപ്പറെങ്കിലും ഇതുപോലെ മടക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കണം. അതാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഈ 10 പേപ്പേഴ്സ് ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും 10 പേപ്പേഴ്സ് വേണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മടക്കിയ പേപ്പറിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ വീണ്ടും പശ തേക്കണം കേട്ടോ. അങ്ങനെ ആ പശ തേച്ച ശേഷം ഓരോ പേപ്പേഴ്സായിട്ട് ഇങ്ങനെ നടുഭാഗം കണ്ടിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ആ നടുഭാഗം കണ്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. നടുക്ക് പശ തേക്കുക, അതിൻ്റെ ഒപ്പം തന്നെ നടുഭാഗം കണ്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ ആ 10 പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആ നടുഭാഗം കണ്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലൊരു ഇതായിട്ട് കിട്ടും. അങ്ങനെ എല്ലാം ഈ ഓർഡറിൽ തന്നെ 10 എണ്ണവും ഇങ്ങനെ ഓർഡറിൽ തന്നെ നടുഭാഗത്ത് പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളെല്ലാം വളരെ ക്ഷമയോടുകൂടി ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഒരു ബുക്കിൻ്റെ പേജൊക്കെ പോലെ കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൽ, ഒരു ചിറകിൻ്റെ മോഡലിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാലോ, ഒരു പക്ഷിയുടെ ചിറകൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മോഡലിൽ നമ്മൾ ആദ്യം വരയ്ക്കുക, പെൻസിൽ വെച്ച് വരയ്ക്കുക. ശേഷം കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാണ് നമ്മുടെ സ്റ്റാറിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് കേട്ടോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്യുക. ശേഷം നമ്മളിങ്ങനെ വിടർത്തി കൊടുക്കണം കേട്ടോ. ഓരോ ഭാഗം കണ്ടിങ്ങനെ വിടർത്തി കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വളരെ ക്ഷമയോട് കൂടി ചെയ്യണം. ഇങ്ങനെ പതിയെ നമ്മൾ വിടർത്തുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് വരും, പക്ഷേ എന്നാലും നല്ല രീതിയിൽ ഇങ്ങനെ വിടർത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓരോന്ന് വിടിച്ചെടുക്കണം. ഗമ്മ് തേച്ചതുകൊണ്ട് തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ഇങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് കട്ടിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആകും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് സ്റ്റാർ വാങ്ങുന്നതിൽ നല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.